നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വെണ്ടയ്ക്കും വഴുതനങ്ങയ്ക്കും ഒക്കെ ചാണകപ്പൊടി വളം നല്ലതാ. നിന്റെ ഡ്രസ്സ് വളത്തിന് പറ്റിയതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിർത്തടി. നിന്നോട് ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് മൈഥിലി എന്നല്ല. നീ ഒന്ന് നിന്നേ. സത്യം പറയടാ, സ്കാനിംഗ് റിപ്പോർട്ട് തിരുത്തിയത് ആര് പറഞ്ഞിട്ട്? ഞാൻ റിപ്പോർട്ട് തിരുത്തിയിട്ടില്ല സാർ. നീ സത്യം പറയാന്ന് പറയുന്നത് വരെ നിന്നെ ഞാൻ അടിക്കും. ഏത് മഹാനാടാ കൈക്കൂലി തന്ന് നിന്നെ കൊണ്ട് ആ റിപ്പോർട്ട് തിരുത്തിച്ചത്? പറയാം സാർ, പറയ. ഞാൻ എല്ലാം പറയാം. മരിക്കണമെന്നുള്ള മോഹം നിനക്കില്ലെങ്കിൽ നീ സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. അത് വൈശാഖിന്റെ പേര് പറഞ്ഞേക്കാം, ഇല്ലെങ്കിൽ ഇയാൾ എന്നെ കൊല്ലും. സാർ പറയാം സാർ. ഇന്ദ്രജ മേഡത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ കൈക്കൂലി തന്നിട്ടാണ് ഈ റിപ്പോർട്ട് നീ തിരുത്തിയെന്ന് ആരോടെങ്കിലും പറഞ്ഞ? പറയില്ല. പറഞ്ഞ അതെനിക്കും കുഴപ്പമല്ലേ? മറ്റൊരു കുഴപ്പമില്ല. പറഞ്ഞ നിന്നെ ഞാനങ്ങ് തട്ടിക്കളയും, അത്രേ ഉള്ളൂ. മനസ്സിലായോ? മനസ്സിലായി സാർ. മാപ്പാക്കണം. ദൈവത്തിനാണ്, എൻ്റെ അമ്മയാണ് സത്യം. ആരും പറഞ്ഞിട്ടല്ല. എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. ദൈവമേ, രക്ഷപ്പെട്ടു. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ, ചോദ്യം എഴുതിക്കൊണ്ട് വാ. ഞാൻ വായിച്ച് പഠിച്ച് ശരിയായ ഒരു ഉത്തരം തരാൻ ശ്രമിക്കാം. എന്റെ ചോദ്യത്തിന് എനിക്കിപ്പോ ഉത്തരം കിട്ടണം. അത് ശരി. നീ പോലീസിൽ ചേർന്ന വിവരം ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പോലീസിലാണോ അതോ CBIയിലാണോ? എവിടെയാണെങ്കിലും ക്രിമിനൽ കുറ്റത്തിന് നീ നിന്നെ തന്നെ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. മതിയടി കളിയാക്കിയത്. നീ ചോദ്യം ചോദിക്കും മോളെ. എന്റെ ഡ്രസ്സ് നശിപ്പിച്ചത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ഡ്രസ്സോ? ഏത് ഡ്രസ്സ്? എന്റെ നൈറ്റ് ഡ്രസ്സ്. ആ ഡ്രസ്സ് ആദ്യകാലത്ത് ഏതൻ തോട്ടത്തിൽ വെച്ച് ഹവ്വ മദാമ ഇട്ട ഡ്രസ്സ്. ആര്? ഹവ്വ. അലുവയും ജിലേബിയും ഒന്നും അല്ല ഞാൻ ചോദിച്ചത്. എന്റെ താരകപ്പണിക്കരുടെ മരുമകളെ ഹവ്വേ. ആ കനി തിന്നരുതെന്ന് ദൈവം പറഞ്ഞപ്പോ ആ കനി ആദ്യം പറിച്ചു തിന്ന ആദ്യത്തെ പെണ്ണ്. അവരിട്ടിരുന്ന ഡ്രസ്സ് പോലത്തെ ഒരു ഡ്രസ്സ് ചെമ്പകമംഗലത്തിന്റെ മുറ്റത്തെ ഒരഴയിൽ പതാക പോലെ കിടന്ന് പാറുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു എന്നുള്ളത് സത്യമാ. അപ്പൊ അതെടുത്ത് അതിലിട്ട് ചാണകപ്പൊടി ഉണക്കിയത് നീയല്ല? വെണ്ടയ്ക്കും വഴുതനങ്ങയ്ക്കും ഒക്കെ ചാണകപ്പൊടി വളം നല്ലതാ. നിന്റെ ഡ്രസ്സ് വളത്തിന് പറ്റിയതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിർത്തടി. നിന്നോട് ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ എന്റെ പേര് മൈഥിലി എന്നല്ല. നീ ഒന്ന് നിന്നേ. എന്റെ അമ്മയെ ക്യാൻസർ പേഷ്യന്റ് ആക്കി മാറ്റാൻ നീ കളിച്ച ഡ്രാമയ്ക്ക് നിനക്കൊരു സമ്മാനം തരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. നിന്റെ അമ്മയെ ക്യാൻസർ പേഷ്യന്റ് ആക്കി മാറ്റാൻ ഞാൻ നാടകം കളിച്ചതിന്റെ വല്ല തെളിവുണ്ടോ? നിന്റെ ക്യാബറ ഡ്രസ്സിൽ ഞാനാണ് ചാണകം ഉണക്കി തന്നതിന് നിന്റെ വല്ല തെളിവുകളും ഉണ്ടോ? നിനക്കെന്നെ ശരിക്കും അറിയില്ല. അയ്യോ, എനിക്ക് നിന്നെ ശരിക്കും അറിയാവേ. മരഞ്ചാടി നടന്നൊരു കൊരങ്ങ് മൈഥിലി രൂപം പൂണ്ടു. ആ മരക്കൊരങ്ങല്ലേ നീ? കൈവിശ് ഞാനും തന്നാലുണ്ടല്ലോ. എന്നെയോ? നീയോ? നിന്നോട് വർത്തമാനം പറഞ്ഞു പറഞ്ഞ് ഞാൻ ലോകത്തറയായി മാറിയിരിക്കുക. എന്റെ കൾച്ചറൊക്കെ പോയിക്കോട്ടെ. എന്നാലും നിന്റെ കരണക്കുറ്റിക്ക് ഒരെണ്ണം തന്നില്ലെങ്കിൽ എനിക്ക് ഒരു സുഖവും. മീനാക്ഷി, എന്താ മീനാക്ഷി ഇത്? ഇതോ, ഇത് മീൻചന്ത. ദേ, ഇവളെവിടെയുണ്ടോ അവിടെ മീൻചന്തേക്കാളും കഷ്ടോ. എന്റെ പൊന്ന് കാർത്തിയേട്ടാ, നിങ്ങൾ എങ്ങനെ കണ്ടെത്തി ഇവളെ പണ്ട്? ഈ തീവണ്ടിക്ക് തലവെച്ച് നിങ്ങളെ സമ്മതിക്കണം. തല ചിതറാതെ ഞാൻ രക്ഷപ്പെട്ടല്ലോ മീനാക്ഷി.
ഇവള് എന്നെ കൊണ്ട് കൊലപാതകം ചെയ്യിപ്പിക്കും. ഇങ്ങോട്ട് വാടി നീ. ഏയ് മീനാക്ഷി, നമ്മുടെ ഔദാര്യം പറ്റി ജീവിക്കുന്ന ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ കാർത്തിയേട്ടാ? അവള് നമ്മളെ വെല്ലുവിളിക്കുന്നു. ഇവളെ ഓടിച്ച് മടക്കിയില്ലെങ്കിലേ ഇത് നമുക്ക് ആപത്താ. എടി ഏയ് മീനാക്ഷി, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. വാ ഇങ്ങോട്ട്. നിന്നും ഇവളുടെ കണ്ണീരും ചോരയും കാണാതെ ഞാൻ ഈ ചെമ്പകമംഗലത്ത് നിന്ന് പോവില്ല. എന്റെ മീനാക്ഷി, താനൊന്ന് സമാധാനപ്പെട്. അവളോട് വഴക്കിന് പോയാലേ അത് ബാധിക്കുന്നത് തന്നെ കൂടിയായിരിക്കും. അവളുടെ നിലവാരത്തിലേക്ക് താൻ ഇറങ്ങി ചെല്ലേണ്ടി വരും. നമ്മളെല്ലാരെയും തീ തീറ്റിച്ച നാടകത്തിൽ അവൾക്കും പങ്കുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ അവളോട് മിണ്ടാതിരിക്കണോ? അവൾക്ക് പങ്കുണ്ടെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എന്ത് തെളിവാ ഉള്ളത്? ഒരു തെളിവും കയ്യിലില്ലാതെ താൻ വെറുതെ അവളുടെ അടുത്ത് വഴക്കിന് പോകരുത്. തെറ്റ് ചെയ്തവരെന്തായാലും പിടിക്കപ്പെടും. താൻ ഇതൊക്കെ അകത്തേക്ക് എടുക്കാൻ തുടങ്ങിയാലേ തന്റെ മനസമാധാനമേ പോവുകയുള്ളൂ. താനൊന്ന് മനസ്സിനെ ശാന്തമാക്ക്. എല്ലാം നമുക്ക് പരിഹരിക്കാന്നേ. എനിക്കൊരു മനസമാധാനവും ഇല്ല കാർത്തിയേട്ടാ. ഏത് നിമിഷവും ഈ കുടുംബത്തിന്റെ തകർച്ച ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക അവള്. എന്നോട് അവക്ക് എന്തുമാത്രം പകയുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയൂ. മനസ്സിൽ ഇത്രയും ദുഷിപ്പമായ ഒരാള് കഴുകിനെ പോലെ ചുറ്റി നടക്കുമ്പോ എനിക്ക് എങ്ങനെ മനസമാധാനം ഉണ്ടാവാനാ? ഇതൊന്നും കാർത്തിയേട്ടന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് ആകെ വട്ടുപിടിക്കുക. മീനാക്ഷി എന്താ വിചാരിച്ചിരിക്കുന്നത്? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലെന്നോ? ഈ 21 ദിവസത്തെ ചടങ്ങും മറ്റും വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാരോടും. അതുപോലെ നിർബന്ധിച്ചതുകൊണ്ടല്ലേ ഞാൻ ഇതിനൊക്കെ നിന്ന് തന്നത്. എന്നിട്ട് താനിപ്പോ ഇങ്ങനെ സംസാരിച്ച എനിക്കത് സഹിക്കാൻ പറ്റില്ല. നമ്മുടെ കുഞ്ഞിനെ ഓർത്തിട്ട്, അല്ലെങ്കിൽ അവളീ കാണിച്ചു കൂട്ടുന്നതിനൊക്കെയുള്ള എന്റെ റിയാക്ഷൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. എനിക്ക് പേടിയാ. അവൾ എന്തിനും മടിക്കില്ല. നമ്മളെ രണ്ടുപേരെ അകറ്റാൻ അവൾ എന്ത് നിറകെട്ട പണിയും ചെയ്തു എന്ന് വരാം. അങ്ങനെ ആരെങ്കിലും വിചാരിച്ച തകരുന്ന ബന്ധമാണോ ഇത്? അവൾ ഓരോ തന്ത്രങ്ങളുമായിട്ട് വരട്ടെ. ഒന്നും ഇവിടെ ഏൽക്കാൻ പോകുന്നില്ല. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, നിന്റെ ഭർത്താവായിട്ട്. ജീവിതത്തില് ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും സംഭവിക്കും. പക്ഷേ എന്ത് പ്രശ്നവും നമ്മൾ ഒരുമിച്ച് നേരിടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.